ഹായ്, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ വീണ്ടും കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ, എറണാകുളത്ത് നിന്നും. ഫിഫ വേൾഡ് കപ്പ് 2026 ഒരാഴ്ചയായതിൻ്റെ അത് 7-ാം ദിവസത്തെ കളിയുടെ അവലോകനമായിട്ട് വന്നതാണ്. അപ്പോൾ ഇതിനോടകം ഈ വേൾഡ് കപ്പിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 48 ടീമുകൾ മത്സരിക്കേണ്ട. ആ 48 ടീമുകളിൽ ഓരോ റൗണ്ട് കളി തീർന്നു. എല്ലാവരും ഓരോ പ്രാവശ്യം കളിച്ചു. 48 രാജ്യങ്ങളെയും അവരുടെ കളിക്കാരെയും അവരുടെ കളിയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ടേബിള്, ഇപ്പോഴുള്ള ഓരോ ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡിങ് എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്റ്റാൻഡിങ്. അപ്പോൾ ഇന്നലെ നടന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ 4 കളി ഉണ്ടായിരുന്നു. ആദ്യത്തെ കളി പോർച്ചുഗലും DR കോങ്കോയും തമ്മിലായിരുന്നു. പോർച്ചുഗൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ യൂറോപ്പിലുള്ള ഒരു നല്ല ടീമാണ്. ഒരു വേൾഡ് കപ്പൊന്നും ഇതുവരെ ജയിച്ചിട്ടില്ലെങ്കിലും യൂറോപ്യൻ കപ്പൊക്കെ ജയിച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോനെ അറിയാത്ത, ഫുട്ബോള് കേട്ടിട്ട് ഉള്ള ആൾക്കാർക്ക് പോലും ക്രിസ്ത്യാനോ റൊണാൾഡോനെ ലോകത്ത് എല്ലാവർക്കും അറിയാൻ പറ്റും. അവരുടെ പോർച്ചുഗൽ കിരീട സാധ്യതയുള്ള കുറേ ടീമുകളിൽ ഒരു ടീമാണ്. പിന്നെ പോർച്ചുഗലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അവസാനത്തെ വേൾഡ് കപ്പാണ്, അദ്ദേഹത്തിന് കപ്പ് കിട്ടട്ടെ എന്നുള്ള ആഗ്രഹമുള്ള പലരും ഉണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ DR കോങ്കോ പോലെയുള്ളൊരു കൺട്രി ആദ്യമായിട്ടല്ല വേൾഡ് കപ്പിൽ 10-60 വർഷം കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും ക്വാളിഫൈ ചെയ്യുകയാണ്. DR കോങ്കോ ആഫ്രിക്കയിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണ്. പക്ഷേ വളരെ പ്രശ്നങ്ങളൊക്കെ ഉള്ള, ഒത്തിരി ഇഷ്യൂസുള്ള ഒരു രാജ്യമാണ് DR കോങ്കോ. അല്ലാതെ ഒരു റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യമുണ്ട്, അതല്ല ഇത്. DR കോങ്കോ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. കിൻസാസയാണ് അതിൻ്റെ തലസ്ഥാനം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, DR കോങ്കോയിൽ ഞാൻ UN പീസ് കീപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് എയർഫോഴ്സിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലുണ്ടായിരുന്നു. 1 വർഷത്തിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആ കൺട്രി എന്താണെന്ന് എനിക്കറിയാം, അവിടുത്തെ ജനങ്ങളുടെ ഒരു സ്ഥിതിയൊക്കെ എനിക്കറിയാം. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള രാജ്യമാണ്. എന്നിട്ടും അവർക്ക് വേൾഡ് കപ്പിലൊക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുക, അതിൽ കളിക്കുക മാത്രമല്ല, പോർച്ചുഗലിനെ പോലെയുള്ളൊരു രാജ്യത്തിന്, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോവിൻ്റെ പോർച്ചുഗലിനെ 1-1 സമനിലയിൽ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കപ്പ് ജയിച്ച പോലെയാണ്. അതായിരുന്നു അവരുടെ ആഹ്ലാദം ഞാൻ ഇന്നലെ കണ്ടത്. അപ്പോൾ അതിഗംഭീരം എന്നേ പറയാൻ പറ്റുള്ളൂ. പോർച്ചുഗൽ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ രണ്ടാമത്തെ കളി ആദ്യം തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിനെ അനലൈസ് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോകാം. ആ ഗ്രൂപ്പിലുള്ള വേറെ 2 ടീമാണ് കൊളംബിയ, ഉസ്ബെക്കിസ്ഥാൻ നമ്മുടെ നൈബറിങ് കൺട്രിയാണ്, നമുക്കറിയാവുന്നതാണ്. പണ്ട് USSRൻ്റെ ഭാഗമായിരുന്നു, സോവിയറ്റ് യൂണിയൻ്റെ. ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രിയാണ്. കൊളംബിയ ഒരു സൗത്ത് അമേരിക്കൻ കൺട്രിയാണ്. നെയ്മറിന് എന്താ പറയണേ, ഫൗള് ചെയ്ത് പണ്ടാരടക്കി ആ വേൾഡ് കപ്പിൽ നിന്ന് അവസാനത്തെ ഫൈനലിൽ കളിപ്പിക്കാൻ വിടാഞ്ഞ ഒരു കൺട്രിയാണ്. ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യുന്ന ഒരു രാജ്യം എന്ന ചീത്തപ്പേരുണ്ട് അവർക്ക്. പക്ഷേ കൊളംബിയോ ഈ വാൾഡ്രാമിനെയൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ റോഡ്രിഗ്സ് ഒക്കെ ഉണ്ട്, കളിക്കാരൊക്കെ നല്ലതാണ്. അപ്പോൾ തുടക്കത്തിൽ ഉസ്ബെക്കിസ്ഥാൻ നല്ലതായിട്ട് കളിച്ച് 1-1 ഡ്രോയൊക്കെ പിടിച്ചായിരുന്നു. പക്ഷേ അവസാനമായി കഴിഞ്ഞപ്പോഴത്തേക്കും 2 ഗോളും കൂടി അടിച്ച് കൊളംബിയ 3-1 ജയിച്ചു. പക്ഷേ ഉസ്ബെക്കിസ്ഥാൻ്റെ തുടക്കം കൊള്ളായിരുന്നു, ആദ്യമായിട്ട് പറഞ്ഞതല്ലേ. നന്നായിട്ട് കളിച്ചു, കുറഞ്ഞ പക്ഷം ഫസ്റ്റ് ഹാഫിലെങ്കിലും നന്നായിട്ട് കളിച്ചു. കൊളംബിയ തിരിച്ചു പിടിച്ചു, 3 ഗോൾ അടിച്ച് ജയിച്ചു. 3-1 ആ റിസൾട്ട് കാണുന്ന പോലെ അത്ര ഈസി ആയിട്ടൊന്നും ജയിച്ചതല്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ കളിക്കുന്ന യൂറോപ്യൻ കൺട്രീനെ പോലെ ഉസ്ബെക്കിസ്ഥാന് പന്തടക്കോ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള പാസ് ചെയ്യലോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇന്ത്യനെക്കാളുമൊക്കെ ബെറ്ററാണ്, അത്രേ പറയണുള്ളൂ. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് പോർച്ചുഗലും
DR കോങ്കോയും കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനും ഉണ്ട്. അതിൽ കൊളംബിയ ഇപ്പം 3 പോയിൻ്റ് ഉണ്ട് അവർക്ക്. പോർച്ചുഗലിലും DR കോങ്കോയിനും ഓരോ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മിക്കവാറും കൊളംബിയയും പോർച്ചുഗലും പോവും. DR കോങ്കോ ഇനി ഒരു ഡ്രോ എങ്കിലും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് നോക്കൗട്ടിലോട്ട് പോകാം. അതാണ് ആ ഗ്രൂപ്പിൻ്റെ ചരിത്രം. രണ്ടാമത്തെ കളി ഉറക്കമൊളിച്ചിരുന്ന് വളരെ ഇഷ്ടപ്പെട്ട് കണ്ടത് ഇംഗ്ലണ്ട് ക്രൊയേഷ്യയാണ്. ഇംഗ്ലണ്ട് വളരെ ഫേവറേറ്റാണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ജയിക്കാൻ. നല്ലൊരു ടീമാണ്. അത് എല്ലാ പൊസിഷനിലും നല്ല നല്ല കളിക്കാരനുണ്ട്. ക്രൊയേഷ്യ നമ്മുടെ ലൂക്ക മോൺഡിച്ചിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പാണ്. എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രായമായി, മുഴുവനൊന്നും കളിക്കാൻ പറ്റിയില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നാലും നന്നായിട്ട് കളിച്ചു. അദ്ദേഹം അറിയാതെ ഒരു മുട്ടി ഒരു പെനാൾട്ടി കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ ഗോൾ വീണത്. അത് പെനാൾട്ടി കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്നെനിക്ക് സംശയമാണ്. അതിൻ്റെ കാരണം അർജൻറ്റീനയുടെ മെസ്സി നല്ല ഒന്നാന്തര ഒരു ഫൗള് കാണിച്ചായിരുന്നു. പെനാൾട്ടിയൊക്കെ പോട്ടെ, റെഡ് കാർഡ് കിട്ടേണ്ടതായിരുന്നു. അതൊന്നും കൊടുക്കാത്ത വേൾഡ് കപ്പാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ റഫറിമാർ താരങ്ങളെയും രാജ്യങ്ങളെയും കളിക്കാരെയൊക്കെ നോക്കിയിട്ടാണ് ഈ മഞ്ഞക്കാടും ചുവന്ന കാർഡും പെനാൾട്ടിയൊക്കെ കൊടുക്കണമെന്നുള്ള പണ്ട് മുതലെയുള്ള വിശ്വാസം അവർ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. 1-2 റഫറിമാർക്കെതിരെയൊക്കെ ഇപ്പോൾ കംപ്ലൈൻറ്റ് ഫിഫ തന്നെ എടുത്തിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ട് മെസ്സിയുടെ കാര്യം പറഞ്ഞെന്നുള്ളൂ. മെസ്സിയൊക്കെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കളിക്കാരനാണ്, എനിക്കിഷ്ടമുള്ളതാണ്. പക്ഷേ മെസ്സി ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡ് കാർഡ് കൊടുക്കില്ല, പെനാൾട്ടി കൊടുക്കില്ല. പക്ഷേ മോൺട്രിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെനാൾട്ടി കൊടുക്കും. മെസ്സിയുടെ കാര്യത്തിൽ ഒരു ഫൗള് പോലും കൊടുത്തില്ല, റിവ്യൂവിന് പോലും റഫറി തയ്യാറായില്ല എന്നുള്ളത് പരിതാപകരമാണ്. അതുപോലെ തന്നെ ഫ്രാൻസായിട്ടുള്ള ഒരു കളിയിൽ, ഫ്രാൻസും ഒരു കളിയിൽ നന്നായിട്ടൊരു ഫൗൾ ചെയ്ത് മൈൻഡ് പോലും ചെയ്തില്ല റഫറി. അപ്പോൾ പാർഷ്യാലിറ്റി ഉണ്ട്. അത് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ തൊടത്തില്ല. ഈ കണ്ട പൗളും കുന്നും കുടച്ചക്കറുമൊക്കെ ചെയ്യണത് മുഴുവനും ഈ ആഫ്രിക്കൻ നേഷൻസിനും അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ നേഷനിൽ അർജൻറ്റീനയൊന്നും പെടില്ല കേട്ടോ. അവർ ഫിഫയുടെ പ്രിൻസാണ് മെസ്സി, അയാളെയൊക്കെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. പക്ഷെ മോൺട്രിച്ച് ഇന്ന് എവിടെയാണ് മോശം? മോൺട്രിച്ചൊക്കെ ബാലൻദോറൊക്കെ കൊടുത്തല്ലേ, നല്ല കളിക്കാരനല്ലേ, അയാളറിയാത്ത ആരല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണ്, നമ്മളുടെ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മാച്ച് റിസൾട്ട് 4-2. ഇംഗ്ലണ്ട് നന്നായിട്ട് തന്നെ കളിച്ചു. തുടക്കത്തിൽ ഒരേപോലെയുള്ള കളിയായിട്ട് തോന്നിയെങ്കിലും എല്ലാ രീതിയിലും ഇംഗ്ലണ്ടാണ് മുന്നോട്ട് നിന്നത്. പക്ഷേ ഇംഗ്ലണ്ട് കുറേം കൂടി ബെറ്ററായിട്ട് കളിക്കാമായിരുന്നു. അവർ സാക്കനെ എന്തുകൊണ്ട് തുടക്കം മുതൽ കളിപ്പിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും സാക്കനെക്കാളും നല്ലതായിട്ടുള്ള ആരെങ്കിലും അവിടെ കളിച്ചതായിട്ട് എനിക്ക് തോന്നിയുമില്ല. അത് അവരുടെ ഇഷ്ടം, അവരുടെ രാജ്യം, അവരല്ലേ തീരുമാനിക്കണം, അവരുടെ കോച്ച് തീരുമാനിക്കട്ടെ. എന്തോ 4-2 ക്രൊയേഷ്യനെ അവർ തോൽപ്പിച്ചു. ക്രൊയേഷ്യ കഴിഞ്ഞ വേൾഡ് കപ്പിലുള്ള ടീം ഇത്തിരി പ്രായമായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഇരിക്കണം. അപ്പോൾ അതാണ് ആ കളിയുടെ ഇത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാനയും പനാമയും തമ്മിലുള്ള കളിയായിരുന്നു. ആ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതാണ്. ഗാന പനാമനെ 1-0 തോൽപ്പിച്ചു. റിസൾട്ട് പറയണ പോലെ ഭയങ്കര കഷ്ടപ്പെട്ട് ഗാന ജയിച്ചതൊന്നുമല്ല. ഗാന നന്നായിട്ട് തന്നെ കളിച്ചു, ഗോൾ അടിക്കാനായിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ പനാമ നന്നായിട്ട് പ്രതിരോധിച്ചു. 1-0 റിസൾട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിനും ഗാനക്കും പ്രതീക്ഷിച്ചതുപോലെ തന്നെ 1-2 സ്ഥാനമായിട്ട് 3 പോയിൻ്റ് ഉണ്ട്. ക്രൊയേഷ്യ തോറ്റുപോയത് കാരണം നാച്ചുറൽ താഴെ പോയി. 2 ഗോൾ വാങ്ങിയേക്കണ കാരണം പനാമനെക്കാളും താഴെ. പക്ഷേ ക്രൊയേഷ്യ തിരിച്ചു വരും, നോക്കൗട്ടിലോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് പൊതുവെ ഇന്നലെ നടന്ന കളിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. പിന്നെ ഈ റഫറിമാർ ഇനിയെങ്കിലും എല്ലാ കളിക്കാരെയും, എല്ലാ രാജ്യങ്ങളിലെയും അവരുടെ കളറും രാജ്യവും കോണ്ടിനെൻറ്റും
ഒക്കെ നോക്കിയിട്ട് നിയമങ്ങൾ കയ്യിലെടുത്ത് പന്താടരുത്. മെസ്സി ആയാലും ഏറ്റവും ചെറിയ ഈ പറയുന്ന DR കോങ്കോ ആയാലും എല്ലാവർക്കും ഒരേപോലെ ഓരോ കളിക്കാരനും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ കൊടുക്കണം, അതിൽ ഒരു തർക്കമില്ല. അതല്ലാണ്ട് വരരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഫിഫനോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്ത് മേലെ ഫിഫ വേൾഡ് കപ്പ് വെക്കരുത്. ഈ 48 രാജ്യങ്ങളിലുള്ള പലർക്കും തന്നെ വിസ കിട്ടുന്നില്ല. കളിക്കാരൊക്കെ പോലെ 7-8 മണിക്കൂർ എന്താ പറയണ എയർപോർട്ടിൽ നിൽക്കേണ്ടി വരുന്നു. പല കളിക്കാരെയും ടാർമാക്കിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുന്നു. ഇതൊന്നും പക്ഷേ യൂറോപ്യൻ കൺട്രിക്കൊന്നും ബാധകമല്ല. എന്നിരുന്നാലും ഇംഗ്ലണ്ടിൻ്റെ കംപ്ലീറ്റ് അവരുടെ ഫുട്ബോൾ കിറ്റ് മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഫിഫയുടെ ഏറ്റവും നല്ലൊരു റെഫറീനെ അമേരിക്ക കയറ്റില്ല എന്ന് പറയുന്നു. അതൊക്കെ പോക്കൃതരമാണ്. അങ്ങനെയുള്ള കൺട്രീസിൽ കൊണ്ടുപോയിട്ട് എന്തിനാണ് ഈ വേൾഡ് കപ്പ് നടത്തണേ? മെക്സിക്കോയിൽ ഓൾറെഡി 2 വേൾഡ് കപ്പ് നടത്തിയിട്ടുള്ളതാണ്. അമേരിക്കനോട് പോയി പള്ളി പോകാൻ പറഞ്ഞിട്ട് വേൾഡ് കപ്പ് ബാക്കിയുള്ളത് മുഴുവനും മെക്സിക്കോയിലോട്ടും കാനഡയിലോട്ടും കൂടി ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നടത്തണം. ട്രംപിനോട് പോയി പള്ളി പോകാൻ പറയണം. അതാണ് വേണ്ടത്. ഇതൊക്കെ ഏതാണ്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ട്രംപിൻ്റെ അടിമയായി. ഫിഫ പോലുള്ള കായിക സംഘടനകളും കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടമെന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു ഫുട്ബോളിനേക്കാളും കൂടുതൽ കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. അതിനി ഉണ്ടാവില്ല. ഇത്രയൊക്കെ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. നന്ദി, നല്ല നമസ്കാരം, താങ്ക് യു.